റഫാൽ യുദ്ധവിമാനങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ദസ ഏവിയേഷനുമായി കരാറിൽ ഒപ്പിട്ടു. വിമാനത്തിന്റെ ഘടനാപരമായ ഭാഗങ്ങൾ ആണ് നിർമ്മിക്കുക. ആർ അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അച്യുതൻ, വിശദാംശങ്ങൾ. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത റഫാൽ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നതാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആണ് ദസോ ഏവിയേഷനുമായി ഇതിനായി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഒരു നിർണായക ചുവടുവയ്പ്പിലേക്കാണ് ഇത് കടക്കുന്നത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം പുതിയ റഫേൽ യുദ്ധവിമാനങ്ങൾക്കായി ഫ്രാൻസുമായി ഇന്ത്യ കരാറിൽ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റഫേൽ യുദ്ധവിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ, അതായത് ഈ ഘടനാപരമായിട്ടുള്ള ഭാഗങ്ങൾ, അതിനെ ഫ്യൂസ്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്, അത് ഇന്ത്യയിൽ നിർമ്മിക്കാനായി ഇപ്പോൾ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ഒരുങ്ങുന്നത്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ട ദസോ ഏവിയേഷനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 4 കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഇനിയുള്ള ഇതിന്റെ ഈ റഫേൽ യുദ്ധവിമാനത്തിന്റെ ഈ ഘടനാപരമായിട്ടുള്ള ഭാഗങ്ങൾ, അതിന്റെ നിർമ്മാണം ഇന്ത്യക്കകത്തായിരിക്കും. ഹൈദരാബാദിലായിരിക്കും ഈ നിർമ്മാണ കേന്ദ്രം ഒരുങ്ങുന്നത്. അവിടെയായിരിക്കും ഇത് നിർമ്മിക്കുക. ഏതാണ്ട് 2022 സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തോടു കൂടി തന്നെ നിർമ്മാണം തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്.